വാർത്തകൾ തുടരുന്നു. പരിസ്ഥിതി ദിനത്തിൽ രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ച സംഭവത്തിൽ ഗവർണർക്ക് ശുപാർശ നൽകാൻ ഒരുങ്ങി സർക്കാർ. നിശ്ചയിക്കപ്പെട്ട ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് ഭിന്നമായ ബിംബങ്ങളും ചിഹ്നങ്ങളും ഒഴിവാക്കാനാണ് നടപടി. പൊതുഭരണ വകുപ്പിനോടും നിയമവകുപ്പിനോടും ചീഫ് സെക്രട്ടറി നിർദ്ദേശം ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, വിവാദമായ ഭാരതാംബ വിഷയത്തിൽ അന്ന് കൃഷിമന്ത്രി പി പ്രസാദ് വിട്ടുനിന്നിരുന്നു. ഇന്നതാ ചിത്രം പ്രദർശിപ്പിച്ച സംഭവത്തിൽ ഗവർണർക്ക് ശുപാർശ നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് സർക്കാർ. കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? വിഷയത്തിൽ കൂടുതൽ കടുപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് തന്നെ വേണം പറയാൻ. അന്ന് തന്നെ LDF അടക്കമുള്ളവർ വലിയ വിമർശനങ്ങൾ ഉയർത്തി രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ പരിസ്ഥിതി ദിനാഘോഷങ്ങൾ രാജ്ഭവനിൽ ആണ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. അത് കാർഷിക വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിസ്ഥിതി ദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരുക്കങ്ങളെല്ലാം രാജ്ഭവനിൽ പൂർത്തിയാക്കുകയും ഗവർണർ ഉൾപ്പെടെയുള്ളവരെ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞതാണ്. നേരത്തെ നിശ്ചയിച്ച പരിപാടിയായിരുന്നു. പക്ഷേ അതിൽ നിന്നും മാറ്റിയുള്ള തീരുമാനങ്ങൾ രാജ്ഭവൻ കൈക്കൊണ്ടു. മിനിറ്റ്സിൽ മാറ്റം വരുത്തിക്കൊണ്ട് കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പം ഇടണം, അതുപോലെ തന്നെ മാല ഇടണം എന്നൊക്കെയുള്ള പുതിയ തീരുമാനങ്ങൾ, നിർദ്ദേശങ്ങൾ രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് വരികയും അതിനോട് ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി പി പ്രസാദ് ആ പരിപാടി ബഹിഷ്കരിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിനുശേഷം ആ പരിപാടിയെ കുറിച്ചും ഗവർണർ എടുത്ത നിലപാടിനെ കുറിച്ചുമൊക്കെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ മന്ത്രി പി പ്രസാദും CPIയും CPMും ഒക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയും ഒക്കെ ചെയ്തതുമാണ്. ഇപ്പോൾ അതിൽ കൂടുതൽ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നു. ഗവർണർക്ക് ശുപാർശ നൽകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ വിഷയം സംബന്ധിച്ച് കാർഷിക വകുപ്പ് കൃഷി വകുപ്പ് ഒരു റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് സെക്രട്ടറിയെ GA തിലക് കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ നേരത്തെ നിശ്ചയിച്ച ഔദ്യോഗിക പരിപാടികളിൽ നിന്ന്, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ പരിപാടികളിൽ ഇത്തരത്തിലുള്ള ബിംബങ്ങളോ ചിത്രങ്ങളോ ചിഹ്നങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ്, അത് അറിയിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ കാർഷിക വകുപ്പ് ചീഫ് സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്നത്. ഈ ഒരു തീരുമാനം അത് ഗവർണറെ അറിയിക്കണമെന്നുള്ള കാര്യം കൂടിയാണ് ഈ റിപ്പോർട്ടിലൂടെ കൃഷി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ഈ നിയമവകുപ്പിനോടും അതുപോലെ തന്നെ പൊതുഭരണ വകുപ്പിനോടും ഈ വിഷയം സംബന്ധിച്ച് ഉള്ള നിർദ്ദേശങ്ങൾ തേടേണ്ടതായിട്ടുണ്ട്. അതിപ്പോൾ ചീഫ് സെക്രട്ടറി കൃഷി വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇരു വകുപ്പുകളോടും ഈ വിഷയം സംബന്ധിച്ച് അവരുടെ നിർദ്ദേശങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയം മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത് നയപരമായിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടതിന് ശേഷമായിരിക്കും അത് ഗവർണറെ അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ ഭാരതാംബയുടെ ചിത്രം ഇനി വരുന്ന ഔദ്യോഗിക പരിപാടികളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം സംസ്ഥാന സർക്കാർ ഗവർണറെ അറിയിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ വിവാദം ഉയർന്ന സാഹചര്യത്തിൽ തന്നെ ഇനി ഈ ചിത്രം മാറ്റില്ല. രാജ്ഭവനിൽ എന്ത് പരിപാടി നടന്നാലും ഈ ചിത്രം അവിടെ ഉണ്ടാകും. അതായത് കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിലെ ഏത് പരിപാടിയിലും അവിടെ ഉണ്ടാകുമെന്നുള്ളത് ഗവർണർ അറിയിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞതാണ്. അതൊരു മന്ത്രി പറഞ്ഞാൽ എടുത്തു മാറ്റാൻ കഴിയില്ല എന്നുള്ളതും ഈ വിവാദവുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു ഗവർണർ അന്ന് തന്നെ. എന്തായാലും ഈ വിഷയത്തിൽ നയപരമായിട്ടുള്ളൊരു തീരുമാനം സംസ്ഥാന സർക്കാർ അറിയിക്കുമ്പോൾ എന്ത് നിലപാടാണ് ഗവർണർ എടുക്കാൻ പോകുന്നത് എന്നത് ഏറെ നിർണായകമായിരിക്കും. എന്തായാലും കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയായിരിക്കും ഗവർണറോട് സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുക. അതിൽ എന്ത് തീരുമാനം രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് വരും എന്നുള്ളതാണ് അറിയേണ്ടത്. പരിസ്ഥിതി ദിനത്തിൽ രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ച സംഭവത്തിൽ ഗവർണർക്ക് ശുപാർശ നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് സർക്കാർ. നിശ്ചയിക്കപ്പെട്ട ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് ഭിന്നമായ ബിംബങ്ങളും ചിഹ്നങ്ങളും ഒഴിവാക്കാനാണ് നടപടി. പൊതുഭരണ വകുപ്പിനോടും നിയമവകുപ്പിനോടും ചീഫ് സെക്രട്ടറി നിർദ്ദേശം ആവശ്യപ്പെട്ടു. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്ത്